ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു വലിയ ടൂർ പോയ കഥയല്ല കേട്ടോ, പക്ഷേ മനസ്സ് നിറച്ച ഒരു ചെറിയൊരു യാത്രയുടെ കഥയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. സത്യത്തിൽ ചില യാത്രകളും സ്ഥലങ്ങൾ കാണാനല്ല, നമ്മളെന്തിനാ പോകുന്ന ആൾക്കാരെ 12 വർഷത്തിന് ശേഷം ഒരാളെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം ഫോണിലൂടെയോ വീഡിയോ കോളുകളിലൂടെയോ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി അവരുടെ വീട്ടിലെത്തി. അവരുടെ വീട്ടിലെ കുറച്ച് കാഴ്ചകളും കൊച്ചുമീനിൻ്റെ കാഴ്ചകളും അങ്ങനെയൊക്കെ കണ്ട് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. ഒത്തിരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല സന്തോഷകരമായിട്ടുള്ള സംസാരവും അങ്ങനെ ചിരിച്ച് സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ പിന്നെ അവിടുത്തെ ഹോം മെയ്ഡ് ഫുഡും അങ്ങനെ നല്ല നല്ല സന്തോഷകരമായൊരു സമയമായിരുന്നു. പുറത്താണെങ്കിൽ പറയുകയും വേണ്ട, നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല അത്യാവശ്യം ഇളം വെയിലും നല്ല കാറ്റും. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും പുറത്ത് പോയി കളിക്കാൻ ഞങ്ങളൊരു ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. പിന്നെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു സമയമായി. കുട്ടികൾക്കാണെങ്കിലും പുറത്ത് പോയി കളിക്കാനും അങ്ങനെ കുറച്ച് റീചാർജ് ചെയ്യാനും നമുക്കാണെങ്കിലും സംസാരിച്ച് കുറച്ചും കൂടെ എനർജൈസ് ചെയ്യാനും റീചാർജ് ചെയ്യാനും ആയിട്ടുള്ള ഒരു അവസരമായിരുന്നത്. അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ട് കളിക്കുന്ന കുട്ടികളുടെ കളിക്കുന്ന പ്രത്യേക ഒരു സ്ഥലത്തെത്തി. അവിടെ നല്ലൊരു കളിസ്ഥലമാണ്. അവർക്ക് വേണ്ട സ്പെഷ്യൽ കാര്യങ്ങൾ, അവർക്ക് ജമ്പ് ചെയ്യാനും പിന്നെ അതുപോലെ ബ്ലോക്സുകളുടെ ഇടയിൽ ജമ്പ് ചെയ്ത് കളിക്കാനും ഇപ്പോൾ പ്രത്യേക സോൺസ് തന്നെയുണ്ട് അവർക്ക് സ്ലൈഡ് ചെയ്ത് കളിക്കാനായിട്ട്. അങ്ങനെ പല പല രീതിയിലുള്ള ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു മാൾസിലൊക്കെ പ്രത്യേകമായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനും അങ്ങനെയൊക്കെ കളിക്കാനുള്ള പ്രത്യേക ഫെസിലിറ്റികളെല്ലാം ഉണ്ട്. പാർക്ക് പോലത്തെ സെറ്റപ്പ് ഇൻസൈഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് പിള്ളേർക്ക് തന്നെ കളിക്കാനും മറ്റു കുട്ടികളുമായിട്ട് ബോണ്ട് ചെയ്യാനും അവരെ തന്നെ റീചാർജ് ചെയ്യാനും ആയിട്ടുള്ള ഒരു നല്ലൊരു അവസരമായിരുന്നു. അപ്പം നമുക്കാണെങ്കിലും പേരൻസിന് പുറത്തിരുന്ന് സംസാരിക്കാനും ഒക്കെ ഒത്തിരി സമയം കിട്ടി. അതിൻ്റെ പുറത്തായിട്ട് നല്ല നല്ല കൗതുകരമായിട്ടുള്ള കാഴ്ചകളും കരകൗശലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതവർ വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുള്ളവർ അതിൻ്റെ പല പല ഓർണമെൻറ്റ്സും പിന്നെ അതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കുറേ കാർഡ്സ് അല്ലെങ്കിൽ ബ്ലോക്സ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല ഭംഗിയുള്ള അട്രാക്റ്റീവായിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തോട്ട്സ് കോഡ്സ് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നല്ലൊരു ക്വാളിറ്റി സമയമായിരുന്നു നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. അവിടെ നിന്ന് ഞങ്ങൾ അടുത്തുള്ള ഒരു എയർക്രാഫ്റ്റ് മ്യൂസിയത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. കുറച്ച് നേരം നമ്മൾ മറ്റേ പിള്ളേരുടെ സോണിൽ അവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ എയർക്രാഫ്റ്റ് മ്യൂസിയം കാണാൻ വേണ്ടി പോയത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഥകളൊക്കെ ചെറിയ രീതിയിൽ കേൾക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പഴയ ചരിത്രങ്ങളൊക്കെ കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. അവിടെ എത്തിയപ്പോൾ പലതരത്തിലുള്ള വലിയ വലിയ വിമാനങ്ങളും അതിൻ്റെ കഥകളും ഹെലികോപ്റ്റർ അതിൻ്റെ കഥകളും എല്ലാം നമുക്ക് കേൾക്കാനും നേരിട്ട് കാണാനും ഒക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഈ സിനിമാറ്റിക് ആയിട്ടൊക്കെ നമ്മൾ കാണുന്ന വിമാനങ്ങളെല്ലാം അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരിക്കലും ആകാശത്തിൽ പറന്നിരുന്ന വസ്തുക്കളല്ലേ ഇവയെല്ലാം. പിന്നെ ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നു. ഓരോ വിമാനത്തിനും ഓരോ കഥയുണ്ട്. പിന്നെ പ്രത്യേക സിമുലേഷൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ പഴയ വിമാനം എങ്ങനെയാണ് അവർ പറത്തിയിരുന്നതും വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ ഇത് വേൾഡ് വാർ 1 സമയത്തൊക്കെ ഇതെങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്, ആരൊക്കെയാണ് അത് പറത്തിയിരുന്നത്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതിനകത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് കണ്ടപ്പോൾ പല പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന പല കാര്യങ്ങൾക്കും പിന്നിൽ ഒരുപാട് വർഷത്തെ അധ്വാനവും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് ഈ മ്യൂസിയം കണ്ടതിന് ശേഷം എനിക്കങ്ങ് തോന്നി. പിന്നെ ഇതിന് ശേഷം ഞങ്ങൾ പാർക്കിൽ പോയി തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. എല്ലാ ആൾക്കാണെങ്കിൽ ചെറിയൊരു സുഖമില്ലായ്മ പോലെയൊക്കെ ഒന്ന് തോന്നിയായിരുന്നു. പിന്നെ അങ്ങനെ ഉറക്കം വന്ന് അവനെ ഉറങ്ങാനായിട്ട് അങ്ങനെ വിട്ടു. അപ്പം എൻ്റെ സുഹൃത്താണെങ്കിൽ ഹോം മെയ്ഡ് ഫുഡ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം എത്ര നല്ലതായാലും വീട്ടിൽ നിന്ന് സ്നേഹത്തോടെ വിളമ്പുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയല്ലേ. കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി മാത്രമല്ല, അതിനോടൊപ്പം നമ്മുടെ സംസാരം, നമ്മുടെ ഒരുമ, നമ്മുടെ ചിരി, പഴയ ഓർമ്മകൾ, നല്ല കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ സംസാരിച്ചും അങ്ങനെ വന്നപ്പോഴത്തേക്ക് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴാണ് തോന്നിയത് ക്വാളിറ്റി ടൈം എന്നത് വലിയ പണം ചിലവാക്കി എവിടെയും പോകുന്നതൊന്നുമല്ല, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം കുറച്ച് സമയം മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാണെന്ന് എനിക്കത് റിയലൈസേഷൻ ഉണ്ടായി. പിറ്റേന്ന് തിരിച്ചു വരുമ്പോൾ മനസ്സിലൊരു വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഈ യാത്ര വീണ്ടും എന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചു. ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള നിമിഷങ്ങൾ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തവയൊന്നുമല്ല, പെട്ടെന്ന് തീരുമാനിച്ചു പോകുന്ന ചെറിയ യാത്രകളാണ് പിന്നീട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകളായിട്ട് മാറുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്തിൻ്റെ വീട്, ഒരു കപ്പ് ചായ, ചരിത്രം പറയുന്ന മ്യൂസിയം, വൈകുന്നേരത്ത് പാർക്കിൽ പോയ അവസരം, സ്നേഹത്തോടെ ഉണ്ടാക്കിയവരുടെ ഭക്ഷണം, ഇതൊക്കെ ചേർന്നപ്പോൾ ആ ദിവസം എത്ര മനോഹരമായിട്ട് മാറി. നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ നിമിഷങ്ങൾ മതി, ശരിയല്ലേ? ഇതെല്ലാമാണ് നമ്മൾ റിയലൈസേഷൻസ് എന്ന് പറയുന്നത്.
ഈ ഒരു കൊച്ചു വീഡിയോ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു.